Hi all, welcome to the second class of structure of atom. Okay, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ടോപ്പിക് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ആണ്. എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി? ലെറ്റ് us ഡിസ്കസ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഇതാണ് പറയുന്നത്. According to Max Planck, radiated energy absorbed or evolved by a perfect black body is not continuously but discontinuously in the form of small packets. Such a tiny packet of energy is called a quantum. Such a bundle of packets is called a quantum. Definition ആണ് നേരിട്ട് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ഇത് പറയുന്നതിനേക്കാൾ മുമ്പ് വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമുക്കറിയാം സൺലൈറ്റ്, വിസിബിൾ ലൈറ്റ് എന്നാണ് നമ്മളതിനെ പറയാം. അതിൽ 7 കളേഴ്സ് ആണുള്ളത് അല്ലേ? 7 കളേഴ്സ്, വെബ്ജിആർ എന്ന് നമ്മൾ പറയും. ഈ 7 കളേഴ്സിൽ ഈ 7 കളേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? വൈറ്റ് ലൈറ്റ്. നോക്കൂ, ഈ 7 കളേഴ്സ് ഏതെങ്കിലും ഒരു ബോഡിയിൽ വന്ന് വീഴുമ്പോൾ ആ ബോഡിയിനുള്ളിൽ കുറച്ച് കളേഴ്സ് അബ്സോർബ് ചെയ്യുകയും ഏതെങ്കിലും ഒരു കളറിനെ എന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്ക് അതിനെ എന്തായിട്ട് കാണാം? ഏത് കളറാണോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതായി കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗ്രീൻ ലീവ്സിനെ നോക്കുകയാണ്. അതായത് നമ്മൾ ട്രീസിൻ്റെ ലീഫ് അല്ലേ, ഇലകൾ കാണാണ്. കളർ നമുക്കറിയാം അല്ലേ, ഇലകൾ പച്ച. ഓക്കെ, ഗ്രീൻ കളറാണ്. ഈ ഗ്രീൻ കളറിന് കാരണം എന്താ? അതായത് ഈ വൈറ്റ് ലൈറ്റ് അല്ലേ എവിടെ വന്ന് വീഴുന്നു? ഈ ലീഫിൽ വന്ന് വീഴുന്നു. ആ വൈറ്റ് ലൈറ്റിൽ ഈ 7 കളേഴ്സിൽ ഗ്രീൻ ഒഴിച്ച് ബാക്കി എല്ലാ കളേഴ്സിനെയും ലീഫ് അബ്സോർബ് ചെയ്യുന്നു. ഗ്രീൻ കളറിനെ മാത്രം എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ ഗ്രീൻ കളറിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലീഫിനെ എന്തായിട്ട് കാണുന്നു? ഗ്രീൻ ആയിട്ട് കാണുന്നു. ഇപ്പം ലീഫ് ഒരു കളറും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ലീഫ് എന്തായിട്ട് അപ്പിയർ ചെയ്യുക? ബ്ലാക്ക് ആയിട്ട് അപ്പിയർ ചെയ്യും. അതല്ല, വന്ന് വീഴുന്ന എല്ലാ കളേഴ്സിനെയും ഒരുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വന്ന് വീഴുന്നത് വൈറ്റ് ലൈറ്റ് ആണ്. എല്ലാ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? വൈറ്റ് ലൈറ്റ് ആയിട്ട് മാറും. വാട്ട് ഈസ് എ ബ്ലാക്ക് ബോഡി? എ ബ്ലാക്ക് ബോഡി ഈസ് എ ബ്ലാക്ക് റഫ് സർഫസ് വിച്ച് ക്യാൻ അബ്സോർബ് ഓൾ ലൈറ്റ് ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ എമിറ്റ് ഓൾ ലൈറ്റ്. ഈ ലൈറ്റിന് പകരം റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്യുന്നു അല്ലേ? എനർജിയുടെ പ്രൊപ്പഗേഷൻ മോഡ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോഡിക്ക് എന്ത് ചെയ്യാം? എല്ലാ കൈൻഡ് ഓഫ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാം, എല്ലാ കൈൻഡ് ഓഫ് റേഡിയേഷൻസിനെ എന്ത് ചെയ്യാം? ഇവോൾവ് ചെയ്യാം. അവിടെ ഈ പറഞ്ഞിട്ടുള്ള എമിഷനും അബ്സോർപ്ഷനും തമ്മിൽ ഈ ബ്ലാക്ക് ബോഡി അല്ലെങ്കിൽ ബ്ലാക്ക് സർഫസിന് എപ്പോഴും ഈക്വിലിബ്രിയം ഉണ്ടായിരിക്കും. എന്നാൽ ഒരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് കാണാൻ സാധിക്കുന്ന നിയർലി പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? കാർബൺ 12 ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ ബ്ലാക്ക് ബോഡിയിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൽ നിന്ന് ഈ ബ്ലാക്ക് ബോഡി എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? കുറച്ച് എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ മാക്സ് പ്ലാങ്ക് പറയാണ്, അങ്ങനെ ലൈറ്റിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ബോഡി അബ്സോർബ് ചെയ്യുന്ന എനർജി നിങ്ങൾ കാണാം അല്ലേ? അവിടെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ചില ഗ്യാപ്പുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല, പകരം എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ട് ഓരോരോ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബ്ലാക്ക് സർഫസ് എന്ത് ചെയ്യുന്നത്? എനർജി അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ആ സ്മോൾ പാക്കറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം. ഒരു സ്മോൾ പാക്കറ്റിനെ, ആ സ്മോൾ പാക്കറ്റിൽ എന്താ ഉള്ളത്? എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ എനർജി ഓരോ പാക്കറ്റായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ലൈറ്റിൽ കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സർഫസിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇതാണ് മാക്സ് പ്ലാങ്ക് പറയുന്ന കാര്യം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഓഫ് എനർജിയുടെ അല്ലെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ എനർജി എത്രയായിരിക്കും എന്ന് പുള്ളി പറയുന്നുണ്ട്. ആ പാക്കറ്റിൻ്റെ എനർജി E ഈസ് ഈക്വൽ ടു H ടൈംസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് അതിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതേ ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? H. എന്താണ് ആ H എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ്? ഇത് ഏത് തിയറിയിലാണ് ഈ കോൺസ്റ്റൻറ്റ് വന്നിരിക്കുന്നത്? പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. ദെൻ ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര് എന്നാ വായിക്കുക? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്നാണ് വായിക്കുക. പിടികിട്ടിയായിരുന്നോ? അപ്പോൾ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്? ഇറ്റ് ഈസ് 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ജൂൾ സെക്കൻഡ് ആണ്. ന്യൂ എന്ന് പറയുന്നത് വി കുറച്ച് ചെരിച്ചിട്ട പോലത്തെ ഒരു സിമ്പിളാണ്. ഫ്രീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്? ഫ്രീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ആക്ച്വലി ഈ ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. ന്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ദെൻ അടുത്ത കാര്യം നമ്മൾ എന്താ പറയുന്നത്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ തേർഡ് പോയിന്റ് ഇതാണ്, ടോട്ടൽ എനർജി എമിറ്റഡ് ഓർ അബ്സോർബ്ഡ്. അതായത് ആ ബ്ലാക്ക് സർഫസിലേക്ക് കുറച്ച് നേരം ലൈറ്റ് വന്ന് വീണാൽ ആ ലൈറ്റ് എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, ടോട്ടൽ എത്ര അബ്സോർബ് ചെയ്തു എന്നുള്ളത് എന്തായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഒരു പാക്കറ്റിൻ്റെ എനർജി HU ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന ഓരോരോ പാക്കറ്റായിട്ടല്ലേ അയാൾ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ്, ആ പാക്കറ്റിൻ്റെ എനർജിയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ, ഒരു പാക്കറ്റ് അബ്സോർബ് ചെയ്താൽ ഒരു HU, 2 പാക്കറ്റ് അബ്സോർബ് ചെയ്താൽ 2 HU, 3 ആണെങ്കിൽ 3 HU, N പാക്കറ്റ്സ് അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ NHU ആയിരിക്കും എന്തെന്ന് പറയുന്നത് ടോട്ടൽ എനർജി. അപ്പോൾ അതാണ് ടോട്ടൽ എനർജി ഓഫ് ദി എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോഡി അല്ലേ. അതെന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, N×HU. അതായത് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്ന ടോട്ടൽ എനർജി ഓഫ് എ ബോഡി അല്ലേ. എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് ഇസ് ക്വാണ്ടൈസ്ഡ്, എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയാണ്. ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞതോടുകൂടി ഇവിടെ എന്ത് പറയാണ്, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ആണുള്ളത് അല്ലേ. പാർട്ടിക്കിൾസിന്റെ സ്വഭാവമാണുള്ളത്, അപ്പാർട്ട് ഫ്രം വേവ് നേച്ചർ അല്ലേ. അതൊരു വേവ് പോലെയല്ല, അത് കണ്ടിന്യൂസ് അല്ല. പ്ലാങ്ക് പറയാണ്, മാക്സ് പ്ലാങ്ക് പറയാണ്, ലൈറ്റിനുള്ളിൽ എന്തുണ്ടെന്ന് പറഞ്ഞാൽ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. അത് വേവ് പോലെ എന്തല്ല, കണ്ടിന്യൂസ് അല്ല. ഇപ്പം നമ്മൾ അല്ലേ ഒരു പൂളിലേക്ക് ഒരു സ്റ്റോൺ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വേവുകൾ അല്ലെ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി അല്ലെ എവിടെയാണോ അത് എൻഡ് ചെയ്യുന്നത് അവിടെ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അത് വിത്തൗട്ട് എനി ഗ്യാപ്പ് അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് എനർജി അങ്ങനെയല്ല എന്ന് എന്ത് ചെയ്യാണ്, മാക്സ് പ്ലാങ്ക് പ്രൂവ് ചെയ്തു. ഓക്കെ, അങ്ങനെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അടുത്ത ഒരു എന്താ പറയുക വണ്ടർഫുൾ അല്ലെ ഫിനോമിനലിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്കവറിയിലേക്ക് എത്തിക്കുകയാണ്. ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിസ്കവർ ചെയ്തത് ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്, അതൊരാളുടെ പേരാണ്, ഇറ്റ് ഈസ് ഹെൻറിച്ച് ഹെർട്സ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് സച്ച് ആസ് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, അവരുടെ സിമ്പിൾസ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്, KRBCS. ഇവരുടെ പ്രത്യേകത, ദേ ക്യാൻ എമിറ്റ് ഇലക്ട്രോൺസ് ഈസിലി ബൈ അക്സെപ്റ്റിംഗ് സ്മോൾ എമൗണ്ട് ഓഫ് എനർജി. കുറച്ച് എനർജി ഇവർ ഗെയിൻ ചെയ്തുകൊണ്ട് ഈ മെറ്റൽസ് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അവരുടെ ആറ്റത്തിനുള്ളിലത്തെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും, പുറത്തുവിടും, എമിറ്റ് ചെയ്യും. ചില ഫ്ലൂറസെന്റ് സ്ക്രീനുകളൊക്കെ വെച്ചാൽ ഈ ഇലക്ട്രോൺ എമിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ എനർജി അബ്സോർബ് ചെയ്താൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നത്. എനർജി എങ്ങനെയൊക്കെ അബ്സോർബ് ചെയ്യാം, ലൈറ്റിന്റെ ഫോമിലാവാം, ഇലക്ട്രിക് സ്പാർക്കിന്റെ ഫോമിലാവാം, ഹീറ്റിന്റെ ഫോമിലാവാം. ഇവിടുത്തെ ഹെഡിങ് ഫോട്ടോ ഇലക്ട്രിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫോട്ടോ എന്ന് പറയുന്നത് എന്തിനാ സ്റ്റാൻഡ് ചെയ്യുന്നത്, ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്കറിയാം ലൈറ്റ് വേണം അല്ലേ. അപ്പോൾ ലൈറ്റിനോട് റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് ഫോട്ടോ പറയുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ലൈറ്റ് അല്ലെ, ലൈറ്റ് എനർജി കാരണം മെറ്റൽ സർഫസുകൾ ഏതൊക്കെയാണ് പറഞ്ഞത്, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ള മെറ്റൽ സർഫസുകളിൽ നിന്ന് ഇലക്ട്രോൺസിനെ അവർ എന്ത് ചെയ്യുന്നതാണ്, എജക്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ലോ അയണൈസേഷൻ എൻതാൽപി ഓഫ് ദീസ് മെറ്റൽസ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ലേസർ ബീം അല്ലെ എന്ത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ മെറ്റൽ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അല്ലെ, ലേസർ ബീം വന്ന് തട്ടുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഇലക്ട്രോൺസ് അല്ലെ, ആ ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ പാസ് ചെയ്യുന്നു, മെറ്റൽ സർഫസിൽ നിന്ന് അത് ഇജക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ അല്ലേ, ശരി. ദെൻ ഇവിടെ നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. അതിന് മുമ്പ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുക. എന്താ പറയുന്നത്, ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദ മെറ്റൽ സർഫസ് വിത്തൗട്ട് എനി ടൈം ലാഗ്. ലൈറ്റ് വന്ന് തൊടുന്നു, ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. പിടികിട്ടിയോ? അങ്ങനെ ലൈറ്റിന് പ്രത്യേകത പറയുന്നുണ്ട്, വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി അല്ലേ. സർഫസിൽ വന്നിരിക്കുന്ന ലൈറ്റിന് എന്തുണ്ടാവണം, ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസി ഉള്ള ലൈറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ പറ്റും. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇറ്റ്സ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു മെറ്റൽ പീസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ആ മെറ്റൽ പീസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഫോളോ ചെയ്യാൻ പോവാം. റെഡ് ലൈറ്റ് വരട്ടെ. ഇലക്ട്രോൺ എമിഷൻ കണ്ടായിരുന്നോ? ഇല്ലേ, അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലെ, ഇലക്ട്രോൺസ് ഒന്നും ഇല്ലേ. അതാണ് അവിടെ ഇരിക്കുന്നത്. വെൻ റെഡ് ലൈറ്റ് ഫോൾ ഓൺ പൊട്ടാസ്യം മെറ്റൽ സർഫസ് വാട്ട് ഹാപ്പൻസ്, നോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. വൈ? അപ്പോൾ അതാണ് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റെഡ് ലൈറ്റ്. റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കിയാൽ 4.5 × 10⁻14 ഹെർട്സ്.
പൊട്ടാസ്യം മെറ്റലിൽ ഒരു നിർബന്ധമുണ്ട്. പൊട്ടാസ്യം മെറ്റലിൻ്റെ നിർബന്ധം എന്താണ്? ത്രഷോൾഡ് ഫ്രീക്വൻസി ഫോർ പൊട്ടാസ്യം മെറ്റൽ ഇസ് 5 × 10⁻14 ഹെർട്സ്. പൊട്ടാസ്യം മെറ്റൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കൂ, ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി മിനിമം എത്ര ഉണ്ടായിരിക്കണം? 5 × 10⁻14 ഹെർട്സ് ഉണ്ടായിരിക്കണം. 5 × 10⁻14 മുകളിലുള്ള ലൈറ്റ് ഫ്രീക്വൻസിയുള്ള ലൈറ്റുകൾക്ക് മാത്രമേ ഇലക്ട്രോൺ ഇജക്ഷൻ പോസിബിൾ ഉള്ളൂ. വാട്ട് അബൌട്ട് റെഡ് ലൈറ്റ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 5 അല്ലേ? അപ്പോൾ 4.5 ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ലൈറ്റ് വന്ന് വീണാൽ എന്തുണ്ടാവില്ല? ഇലക്ട്രോൺ ഇജക്ഷൻ സംഭവിക്കില്ല. നമുക്കിതിൻ്റെ മറ്റൊരു കാര്യം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ റെഡ് ലൈറ്റ് മാറ്റിയിട്ട് ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ, ഇതാ യെല്ലോ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇതാ എന്തുണ്ടായി എന്ന് പറഞ്ഞേക്കണേ, പെട്ടെന്ന് തന്നെ ഇജക്ഷൻ ഉണ്ടായി, ഇലക്ട്രോൺ ഇജക്ഷൻ ഉണ്ടായി അല്ലേ? അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താ? നേരത്തെ നമ്മൾ റെഡ് ലൈറ്റാണ് യൂസ് ചെയ്തത്. റെഡ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? റെഡിന് വേവ് ലെങ്ത് കൂടുതലും ഫ്രീക്വൻസി കുറവാണ്. ബ്ലൂവിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? അവിടെ വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കൂടും. അപ്പോൾ റെഡിന് താഴെയാണ് ആരുന്നത്? യെല്ലോ വരുന്നത്. അപ്പോൾ റെഡിന് താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് കുറയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് യെല്ലോയ്ക്ക് കൂടുതലായിരിക്കും അല്ലേ? നമുക്ക് നോക്കി നോക്കാം. യെല്ലോ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി 5.1 × 10⁻14 ഹെർട്സ് ആണ്. പൊട്ടാസ്യം മെറ്റലിൻ്റെ നിർബന്ധം എന്തായിരുന്നു? 5 × 10⁻14 ഹെർട്സ് എങ്കിലും ഫ്രീക്വൻസി ഉള്ള ലൈറ്റുകൾക്ക് ഇജക്ഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കൺഫേം ചെയ്യാണ്. എന്തിൻ്റെ കൺഫർമേഷൻ ആണെന്നാണ് പറയുന്നത്? എന്താ ഇപ്പോൾ ഇതുവഴി കൺഫേം ചെയ്തത്? എക്സിസ്റ്റൻസ് ഓഫ് എ മിനിമം ഫ്രീക്വൻസി ഫോർ അല്ലേ റേഡിയേഷൻസ് ഫോൾ ഓൺ ദ മെറ്റൽ സർഫസ്. ആ മിനിമം ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പേരെന്താ? ഇസ് കോൾഡ് ത്രഷോൾഡ് ഫ്രീക്വൻസി. പിടികിട്ടായിരുന്നോ? അപ്പോൾ ഓരോ മെറ്റൽസിനനുസരിച്ചും എന്ത് ചെയ്യും? ഈ ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ വാല്യൂ മാറും. ഇപ്പം ഞാൻ പൊട്ടാസ്യം മാറ്റി സീഷ്യം വെക്കുകയാണെങ്കിൽ സീഷ്യം വളരെ എളുപ്പത്തിൽ എന്ത് സംഭവിക്കും? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കാം. അപ്പോൾ മെറ്റൽസിൻ്റെ നേച്ചറിനെയാണ് ഈ ത്രഷോൾഡ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ശരി. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ്, നേരത്തെ നമ്മൾ യെല്ലോ ലൈറ്റ് കണ്ടു അല്ലേ? ആ യെല്ലോ ലൈറ്റ് കുറച്ച് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഡിമ്മായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാണ്? കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ ലൈറ്റ് അടിക്കും. നോക്കൂ, ഇത്തവണ എത്ര ഇലക്ട്രോൺസ് വന്നിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. 3 ഇലക്ട്രോൺസ് കിട്ടി. നേരത്തെയോ 1 ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഫാക്ടർ എന്താ നോക്കി നോക്കൂ. വെൻ brightness or intensity of light fall on the metal surface with a frequency, ശ്രദ്ധിക്കണം, ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി നിർബന്ധം, ത്രഷോൾഡ് ഫ്രീക്വൻസി മുഖ്യം അല്ലേ? ശരി. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വീഴുന്നു. അതിൻ്റെ നേരത്തെ വന്ന യെല്ലോ ലൈറ്റ് തന്നെയാണ് ആള്. അപ്പോൾ ഫ്രീക്വൻസി എത്ര തന്നെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ 5.1 × 10⁻14 തന്നെയാണ്. പക്ഷെ എന്ത് കൂടുതലാണ്? ബ്രൈറ്റ്നെസ് കൂടുതലാണ്, ഇൻറ്റൻസിറ്റി കൂടുതലാണ്, കൂടുതൽ ബീം ഓഫ് ലൈറ്റ്സ് വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കൂടുന്തോറും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന എണ്ണം കൂടുന്നു. ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന എണ്ണം ഇൻക്രീസ് ചെയ്യുന്നു. നേരത്തെ എന്താ സംഭവിച്ചായിരുന്നു? ഫ്രീക്വൻസി കുറഞ്ഞപ്പോൾ എന്താ? ഇജക്ഷനേ ഉണ്ടായില്ലേ, ഇലക്ട്രോൺ ഇജക്ഷൻ. എന്നാൽ ഫ്രീക്വൻസി കൂട്ടിയപ്പോൾ ഇജക്ഷൻ എന്ത് ചെയ്തു? കൂടി. ഇവിടെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ ഇജക്ഷൻ്റെ ഡിസ്റ്റൻസ് അല്ല കൂടുന്നത്, എന്താ കൂടുന്നത്? നമ്പറാണ് കൂടുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കുക, ബ്രൈറ്റ്നസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ആണ്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ കാര്യം? ഈ തിയറിയുടെ കോൺസിക്വൻസ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു, പ്ലാങ്ക്സ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് അല്ല, മറിച്ച് പാർട്ടിക്കിൾ ലൈക്ക് പ്രോപ്പർട്ടീസ് ആണുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണ് ആര് തരുന്നത്? ഈ ഹെർട്സിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തരുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? സ്ട്രോങ്ലി അക്കൗണ്ട് ഫോർ ദി പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിന് വേണ്ടി കൂടുതൽ വാദിക്കുന്നു. എന്താണ് കാരണം? അപ്പോൾ എന്തായിരുന്നു ഇതിനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ക്രിസ്റ്റ്യൻ ഹൈഗിൻസ് വേവ് തിയറി ഓഫ് ലൈറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിൻ്റെ വേവ് നേച്ചറാണ്. ഒരു റൂമിൽ ലൈറ്റ് ഇട്ടാൽ ആ റൂമിൽ ലൈറ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? വേവ്സ് പോലെ ഇങ്ങനെ എന്ത് ചെയ്യും? പരന്നു പോവും, സ്പ്രെഡ് ചെയ്ത് പോവും അല്ലേ, അടുത്ത റൂമിലേക്കൊക്കെ. അപ്പോൾ ലൈറ്റിന് വേവ് നേച്ചറാണുള്ളത് എന്നാണ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹൈഗിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈഗിൻസ് പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കുമ്പോൾ അല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് അല്ലേ, നേരത്തെ എന്തിന് പ്രപ്പോഷണലായിരുന്നു? ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോഷണലായിരുന്നു അല്ലേ കണ്ടെത്തിയത്. പക്ഷേ വേവ് തിയറി പ്രകാരം ഫ്രീക്വൻസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞത്. നോക്കൂ, ഫ്രീക്വൻസി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി കൂടും കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയാണ്. അല്ലാണ്ട് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് അല്ലേ. അപ്പോൾ ക്ലാസിക്കൽ തിയറി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി?
ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ക്ലാസിക്കൽ വേവ് തിയറി പ്രകാരം എന്താ പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, വിച്ച് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ ഇൻ ഹെർട്സ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേവ് നേച്ചർ വെച്ച് പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ലൈറ്റിന് വേവ് നേച്ചർ അല്ല പാർട്ടിക്കിൾ നേച്ചർ ആണ് എന്നുള്ളൊരു സ്ട്രോങ് ഓപ്പോസിഷൻ വരികയാണ്. അങ്ങനെ ഹെൻറിച്ച് ഹെർട്സ് സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് എ മിനിമം ഫ്രീക്വൻസി ഫോർ എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഇറസ്പെക്റ്റീവ് ഓഫ് ബ്രൈറ്റ്നസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ കൂടുതൽ ബ്രൈറ്റ്നസ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ റെഡ് ലൈറ്റ് വന്നു, റെഡ് ലൈറ്റ് നമ്മൾ കൂടുതൽ ബ്രൈറ്റ്നസ്സിൽ അടിച്ചാൽ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യോ? ഇല്ല. അവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസിക്കാണ് ബ്രൈറ്റ്നസ്സിനേക്കാളും ഇൻറ്റൻസിറ്റി. അങ്ങനെ ക്ലാസിക്കൽ തിയറിക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒപ്പോസിഷൻ കിട്ടുകയാണ് അല്ലേ. പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റിലേക്ക് എന്ത് ചെയ്യാണ്? തിരിച്ചു വരികയാണ്. ക്ലാസിക്കൽ വേവ് തിയറി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലൈറ്റിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആരിടപെടാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ വരികയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാണ്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയാണ്, ലൈറ്റിൻ്റെ ഉള്ളിൽ നിറയെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിളുകളൊക്കെ എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഈ എനർജൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ പേരാണ് ഫോട്ടോൺസ്. അപ്പോൾ ലൈറ്റിൻ്റെ ഉള്ളിൽ എനർജൈസ്ഡ് പാർട്ടിക്കിളിൻ്റെ അവരുടെ പേര് ഫോട്ടോൺസ് എന്നാണ്. ഈ ഫോട്ടോൺസ് ആണ് ലൈറ്റിൻ്റെ ഒപ്പം വന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? സർഫസിൽ വന്നിട്ട് ഇലക്ട്രോണെ ഹിറ്റ് ചെയ്യും. അപ്പോൾ പാർട്ടിക്കിളിനെ ഹിറ്റ് ചെയ്യുന്നു. ഫോട്ടോൺസ് ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എനർജി, ഫോട്ടോൺ ക്യാരി ചെയ്യുന്ന എനർജി ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇലക്ട്രോൺ ആ എനർജി ഉപയോഗിച്ചിട്ട് എന്തിലേക്ക് മാറ്റും? അതിനെ കൈനറ്റിക് എനർജിയേക്ക് മാറ്റും. കൈനറ്റിക് എനർജി നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മൂവ് ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ അത് സക്സസ്ഫുള്ളി ആര് എക്സ്പ്ലെയിൻ ചെയ്യാണ്? പാർട്ടിക്കിൾ നേച്ചർ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഡിസ്ക്രീറ്റ് നേച്ചർ പറഞ്ഞില്ലേ? ആ ഡിസ്ക്രീറ്റ് നേച്ചർ കാരണം ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്നത് എന്താ? എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അവിടെ ക്വാണ്ടം എന്നാണ് അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഫോട്ടോൺസ് എന്ന് പറയുന്നു. ഈ ഫോട്ടോൺസ് ആണ് ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിന് എനർജി സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഫോട്ടോൺസിൻ്റെ എനർജി എത്ര കണ്ട് കൂടുന്നോ അത്രത്തോളം കൈനറ്റിക് എനർജി ഓഫ് എജക്റ്റഡ് ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺസ് കൂടുതൽ ദൂരം എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. അങ്ങനെ ഐൻസ്റ്റീൻ ഒരു ഇക്വേഷൻ പറയാണ്, E is equal to h nu എന്നായിരുന്നു ഇക്വേഷൻ അല്ലേ. അപ്പോൾ എച്ച് ന്യൂ എമൗണ്ട് ഓഫ് എനർജി ഉള്ളൊരു ഫോട്ടോൺ അല്ലേ ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ, അതാണ് ഈക്വൽ സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിലത്തെ എച്ച് ന്യൂ സീറോ എന്തായിരുന്നു? ത്രഷോൾഡ് ഫ്രീക്വൻസി. എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ന്യൂ സീറോ മിനിമം ഫ്രീക്വൻസി ആണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോൾ എച്ച് ന്യൂ സീറോ എന്ന് വെച്ചാൽ എന്താ? മിനിമം എനർജി അല്ലേ. ആ എച്ച് ന്യൂ സീറോനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്, നോക്കൂ, വർക്ക് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. അതെന്താണ്? മിനിമം എനർജി റിക്വയർഡ് ടു എജക്റ്റ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് അല്ലെ പുറത്ത് കൊണ്ടുവരാനായിട്ട് എന്ത് വേണം? എച്ച് ന്യൂ സീറോ എനർജി വേണം. അപ്പോൾ എച്ച് ന്യൂ സീറോ കഴിഞ്ഞിട്ടും ബാക്കി എനർജി എവിടെ ഉണ്ടാവും? ഈ എച്ച് ന്യൂല് ഉണ്ടാവുമല്ലോ. ആ എനർജി എന്തായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞേ? കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കും, 12mv². ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺ മെറ്റൽ സർഫസിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സർഫസിൽ നിന്ന് പുറത്തു വരാനുള്ള എനർജിയാണ് എച്ച് ന്യൂ സീറോ. ബാക്കി 12mv² എന്താണ്? പുറത്ത് വന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ എനർജി ഓഫ് ഫോട്ടോൺ. ആ ഫോട്ടോൺ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത്രയും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആർക്ക്? ഇലക്ട്രോൺസിന്. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ത് ചെയ്തു? സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാണ്. എക്സിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ആണ് എന്ത് ചെയ്യുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഇവിടെ ഒരു തർക്കം വന്നിരിക്കുകയാണ്, ലൈറ്റിന് പാർട്ടിക്കിൾ നേച്ചർ ആണോ വേവ് നേച്ചർ ആണോ? ഓക്കെ, അപ്പോൾ രണ്ട് നേച്ചറും വന്നാൽ എന്താണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.